ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ ഗൈസ്? എനിക്ക് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ നെയ്യ് ഉണ്ടാക്കണം കണ്ടിട്ടില്ല. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് നെയ്യ് ഉണ്ടാക്കണം ഞാൻ കാണുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതും നെയ്യ് ഉണ്ടാക്കിയതല്ല. അധികം പാലും ഞങ്ങൾ വിൽക്കുക ചെയ്തിരുന്നത്. ഞങ്ങൾ വീട്ടിലെ പശു ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ പാല് കറക്കുമ്പോൾ അതിൻ്റെ അടുത്തിങ്ങനെ പോയിരിക്കും. കറക്കുമ്പോൾ ഒരു പ്രത്യേക ഒച്ചമാരി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളാരെയില്ല അങ്ങനെയൊക്കെ പോയിരിക്കാറുണ്ടോ? ഇപ്പോൾ അവിടെ പശുവൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പാല് വാങ്ങലാണ്. വാങ്ങുമ്പോൾ അത് തിളപ്പിക്കുമ്പോൾ അങ്ങനെ പാട കിട്ടില്ലേ, അപ്പോൾ ആ പാട അങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ച് കുറേ കഴിയുമ്പോൾ ഞങ്ങൾ അതുകൊണ്ട് നെയ്യ് ഉണ്ടാക്കലാണ് ഇപ്പോൾ. ഹസ്ബൻഡൊക്കെ പറയലുണ്ട് കേട്ടോ, അവർ കുട്ടികളായിരുന്നപ്പോൾ ഇവിടെ പശുക്കളൊക്കെ ഉണ്ടാകുന്നത്രേ. അപ്പോൾ അവരാണത്രേ മോരുന്ന് ഈ വെണ്ണ ഉണ്ടാവില്ലേ, വെണ്ണ വേർതിരിച്ചെടുക്കുക. എന്നിട്ട് അവർ കുറേ കഴിക്കത്രേ. പിന്നെ കട്ടൻ ചായയിലൊക്കെ ഇട്ട് കുടിക്കലുണ്ടത്രേ. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? കട്ടൻ ചായയിലൊക്കെ വെണ്ണ ഇട്ട് കഴിക്കാറുണ്ടോ? ഇപ്പം ഇങ്ങനെ ചൂടായതുകൊണ്ട് മിക്സിയിൽ അടിച്ചാലൊന്നും ആ വെണ്ണ അങ്ങനെ വേഗം കൂടില്ല. എന്നിട്ട് ഞാനത് അറിയാതെ മിക്സിയിൽ അടിച്ചു നോക്കി, എന്നിട്ട് വെണ്ണ കൂടില്ല. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസും കട്ട എടുത്തിട്ടേ അതിലിട്ടിട്ട് ഒന്ന് അടിച്ചു നോക്കി, അപ്പോഴും വല്ലാതെ കൂടണമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഐസും കട്ടേൻ്റെ പാത്രം എടുത്തിട്ട് ഒരു ചെമ്പട്ടിയുടെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കടകോലോട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് അപ്പോൾ കിട്ടിയിട്ടോ. നമ്മൾ ആ കടകോൽ ഇങ്ങനെ ആക്കുമ്പോഴേ നല്ല തണുപ്പുള്ള സമയം വെച്ചാൽ നെയ്യൊക്കെ ഇങ്ങനെ കൂടി വട്ടം റൗണ്ടായിട്ട് കിട്ടലുണ്ട്. ഇതിപ്പോൾ ചൂടായതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴുകി നടക്കുള്ളൂ. ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ അമ്മായിയമ്മയാണ് അതങ്ങനെ കറക്റ്റാക്കിയിട്ട് എങ്ങനെയൊക്കെ എടുത്തു തന്നത്. പിന്നെ ഞങ്ങൾ ബാക്കിയൊക്കെ രാത്രിയാകുമ്പോഴൊക്കെ ചെയ്ത് കുറച്ചും കൂടി വെള്ളം ഫ്രീസറിൽ വെച്ച് കട്ടിക്കിയിട്ട് അപ്പോൾ നേരെ കറക്റ്റായിട്ട് കിട്ടി. ആ വെണ്ണയത്തെ വേസ്റ്റ് പോണ വരെ നമ്മൾ കഴുകണം. ഒരു 3-4-5 പ്രാവശ്യം കഴുകണം. ആ ഒരു വെള്ള കളർ മാറിയിട്ട് പച്ചളത്തിൻ്റെ കളറാകുന്നത് വരെ കഴുകിയെടുക്കണം കേട്ടോ.
നെയ്യ് ആയാൽ പിന്നെ വാങ്ങി വയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ. എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം നല്ലൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. നെയ്യ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.